പള്ളി കമ്മിറ്റി അംഗമായ ഒരു സഹോദരൻ്റെ മകളുടെ വിവാഹത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു, ഉസ്താദിനിത് മാപ്പ് പറയേണ്ടി വരും, അവർ കുടുംബക്കാർക്കിടയിൽ നടത്തിയ സദസ്സാണ്, ദീനിനെതിരായിട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനും മാപ്പ് പറയാൻ. എന്തിനാണ് മാപ്പ് എന്നല്ലേ, അത് ഇൻഷാ അല്ലാഹ് വഴിയെ ഞാൻ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നുവല്ലോ. അതായത് ഒരു പള്ളി കമ്മിറ്റിക്കാരനായ ഒരു മനുഷ്യൻ്റെ മകളുടെ വിവാഹം, ആ വിവാഹത്തിൽ നടന്ന പേക്കൂത്തുകളെ അധികരിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ സംസാരത്തിൻ്റെ തുടർച്ചയെന്നോണം ഒരുപാട് തെറിവിളികൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതായിട്ട് കണ്ടു. എത്ര ആളുകളാണ് തെറി വിളിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഭൂരിപക്ഷം ആളുകൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ സംസാരിച്ചതിന് സപ്പോർട്ട് ചെയ്താണ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും കുറേ ആളുകൾ വന്നിട്ട് അടിയിൽ തെറി വിളിക്കുകയാണ്. നിനക്ക് എന്തിൻ്റെ കേടാടാ, നീ അങ്ങനെയാടാ ഇങ്ങനെയാടാ. എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ പറഞ്ഞത് ഇനിയും മനസ്സിലായിട്ടില്ലേ? ഇവിടെ പരിഹസിക്കപ്പെട്ടത് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ആയതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വന്നത്. നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ അത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ മക്കൾ വളർന്നു വരികയാണ്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹം ചെയ്യിപ്പിക്കണം അല്ലേ? ഈ നിക്കാഹിൻ്റെ സദസ്സ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ അവിടെ ചിലപ്പോൾ റോള് നിങ്ങൾക്കുണ്ടാവില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രണ്ട്സിനായിരിക്കാം. ആ ഫ്രണ്ട്സ് അവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും പറയാതെ മാറി നിന്നാൽ നിങ്ങളൊരു നല്ല രക്ഷിതാവല്ല. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴേ ഒരു സഹോദരൻ എന്നോട് നേരിട്ട് പറഞ്ഞൊരു സഹോദരൻ്റെ കഥയുമുണ്ട്, അതോടൊപ്പം കമൻറ്റ് ചെയ്തൊരു സഹോദരൻ്റെ സങ്കടവും. എന്നോട് നേരിട്ട് പറഞ്ഞൊരു സഹോദരൻ, ഉസ്താദ് എനിക്ക് 6 മക്കളാണ്, 6 മക്കൾ, 6 പെൺമക്കളായിരുന്നു. ഞാൻ ഒരുപാട് സഹിച്ചിട്ടാണ് ഉസ്താദെ, ഒരുപാട് സഹിച്ചാണ് ജോലിയൊക്കെ ചെയ്തത്. ഒരുപാട് പ്രയാസങ്ങൾ, ആരോഗ്യപരമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരുന്നു. എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ കെട്ടിച്ചത്. അന്നും പല ഹാജിയാക്കന്മാരും പല ആളുകളും ഒക്കെ പള്ളി കമ്മിറ്റിയിലുണ്ടായിരുന്നു, കോടീശ്വരന്മാർ പള്ളി കമ്മിറ്റിയിലുണ്ടായിരുന്നു. എനിക്ക് അന്ന് അവന്മാർ കൊണ്ടുവന്ന് തന്നത്, എന്നോട് പറഞ്ഞ വാക്കാണ്, അന്ന് അവന്മാർ കൊണ്ടുവന്ന് തന്നത് 500 രൂപയാണ് ഉസ്താദെ. 500 രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. എൻ്റെ മോളുടെ കല്യാണത്തിൽ. അവർക്കറിയാം എനിക്കൊന്നുമില്ല എന്ന്. അവരുടെ മുതലൊന്നും കണ്ടിട്ടല്ല കേട്ടോ ഉസ്താദ് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചത്. ഞാൻ വളർത്തിയത് അവരുടെ പൈസയൊന്നും കണ്ടിട്ടല്ല. എൻ്റെ റബ്ബ് എനിക്ക് തരുമെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് അവൻ 500 രൂപ കൊണ്ടുവന്നു ഉസ്താദെ. അവൻ്റെ മകളുടെ കല്യാണം അയാൾ നടത്തിയത് ഏതാണ്ട് 200ഓളം പവന് കൊടുത്തിട്ടാണ് ഉസ്താദെ. 200ഓളം പവൻ കൊടുത്തിട്ടാണ്. ഈ മനുഷ്യൻ കൃത്യമായിട്ട് സക്കാത്ത് പോലും കൊടുക്കാറില്ല. 27-ാം രാവ് വരുമ്പോൾ 100ഉം 200ഉം ഒക്കെ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ വീട്ടിൽ പോയി ക്യൂ നിന്ന് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമെന്നല്ലാതെ കൃത്യമായി സക്കാത്ത് പോലും കൊടുക്കാറില്ല. അവരൊക്കെ സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്ന് സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ആളുകളായി തീർന്നേനെ എന്നാണ് ഒരു മനുഷ്യൻ പറഞ്ഞ സങ്കടം. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. യഥാർത്ഥത്തിൽ ഇത് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നൊരു മാർഗ്ഗമല്ലേ? എത്ര പേര് ഈ പള്ളി കമ്മിറ്റിക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ ഇങ്ങനെ ഈ പേക്കൂത്ത് നടത്താൻ മാത്രം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. ഈ പറയുന്ന ആളുകൾ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന എത്ര പേരുണ്ട്? അള്ളാഹുവിനെ മറക്കുകയാണോ നിങ്ങൾ? പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. അള്ളാഹുവിനുള്ള ഒരു ആരാധനയാണ്. ഈ ആരാധനയുടെ ഭാഗമായി വരുന്നതൊക്കെ പവിത്രമായിരിക്കണം. അവിടെ നിങ്ങൾ മയ്യിത്ത് കട്ടിൽ പോലെയൊന്നുണ്ടാക്കി അതിൽ കയറി ഹറാമായ പാട്ടും വെച്ച് തുള്ളിച്ചാടി നടന്നാൽ, ആണും പെണ്ണും സംഗമിച്ച് നടന്നാൽ അതെവിടെയാണെങ്കിലും ഹറാമ് തന്നെയാണ്. എത്ര മോശമാണത്! അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ പരിഹസിക്കുന്നവരെ എത്ര മോശമാണ്. ആ മക്കളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമോ? ആ മക്കളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുമോ? കാരണം അവിടെ പരിഹസിക്കപ്പെട്ടത് മുത്തുനബിയുടെ സുന്നത്തല്ലേ? അപ്പോൾ ഒരു ചോദ്യം, ഉസ്താദെ അപ്പോൾ കല്യാണമൊന്നും ഭംഗിക്ക് നടത്താൻ പാടില്ലേ എന്നാരാണ് പറഞ്ഞത്? ഓരോരുത്തരും അവരവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് വിവാഹം നടത്തണം. വ്യത്യസ്തരായ അതിഥികൾ വരുമ്പോൾ അവരെയൊക്കെ ഭംഗിയായി സ്വീകരിക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രി ക്ഷണിക്കപ്പെട്ട ഒരു കല്യാണ സദസ്സാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കണം. ഓരോരുത്തർക്കും കൃത്യമായ പരിഗണന കൊടുത്ത് തന്നെ സ്വീകരിക്കണം. അതിൽ നിന്നൊരിക്കലും പാവപ്പെട്ടവനെ മാറ്റി നിർത്തുകയും ചെയ്യരുത്. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മനോഹരമായ കല്യാണം നടത്തണം. മനസ്സിലാവുന്നുണ്ടോ? അവർക്കെല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കണം. ഒരു തരി പോലും വേസ്റ്റ് ആകരുത്. പക്ഷേ ഇസ്രാഫ് പാടില്ല. നിങ്ങൾ കഴിക്കൂ, കുടിക്കൂ,
ഒന്നും അമിതമാക്കരുതേ. അള്ളാഹുവിൻ്റെ ഖുർആനിലെ അധ്യാപനമാണ്. അത് മാത്രമല്ല, ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതും ഈ സ്വീകരിക്കുന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായ നിക്കാഹിൻ്റെ പേരിലാണ്, അള്ളാഹുവിനുള്ള ആരാധനയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവിത്രത കളയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല, ഒരു കാര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ബാക്കിയുള്ള തുള്ളലും മറ്റേ ഡാൻസും പേക്കൂത്തും ഒന്നും ഇവിടെ വേണ്ട, ഇവിടെ അതൊന്നും ആവശ്യമില്ല, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞേൽപ്പിക്കൂ. കാരണം ഇവിടെ ഇതൊരു കേവലം ഒരു ചടങ്ങല്ല, ഇതിലൂടെ ജീവിതം അങ്ങ് തുടങ്ങാൻ. ഈ ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ അവർക്ക് സമാധാനം വേണം. ഞാൻ ഉണർത്തിയതുപോലെ നമുക്ക് ഈ ഹണിമൂൺ പീരീഡൊക്കെ വേഗം തീരും, 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം അതൊക്കെ കഴിയും. പിന്നെ സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരികയാണ്. സ്ട്രഗ്ലിംഗ് പീരീഡിൽ ജീവിതം തകർന്നുപോയ ഒരുപാട് ആളുകളെ കണ്ടതും അവരോട് കൗൺസിലിംഗ് നടത്തിയതുമായ ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് പറയാൻ പറ്റും. ചില പേക്കൂത്തുകൾ കാരണം ജീവിതം നശിച്ചു പോകുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ? അപ്പോൾ നമ്മുടെ മനസ്സിൽ അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുന്നേ. ആരുടെ മുമ്പിൽ അഹങ്കരിക്കും നിങ്ങൾ? അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞ ഇടത്തൊക്കെ പറഞ്ഞത് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കാനാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അല്ലല്ല, നിങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന പല ആളുകൾക്കും ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിൻ്റെ കഷ്ടപ്പാടുകൊണ്ട് കിട്ടിയതല്ലത്, എൻ്റെ റബ്ബ് തന്നതുകൊണ്ട് കിട്ടിയതാ. അതുകൊണ്ട് പാവപ്പെട്ടവന് കൊടുക്കണം, നാം നൽകിയതിൽ നിന്ന് കൊടുക്കണം. അങ്ങനെയല്ല പറയണേ, അങ്ങനെ കൊടുക്കണം. ആ ഒരു ബോധം നിൻ്റെ മനസ്സിലില്ലെങ്കിലേ വലിയ പ്രശ്നമാണത്. ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വാപ്പാടെ സഹോദരൻ്റെ മോനാണ് ഖാറൂൻ വന്ന് മൂസാ നബിയോട് പറയുന്നുണ്ട്, അല്ലയോ മൂസ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, സമ്പത്ത് വേണം. മൂസാ നബി പറഞ്ഞു, അല്ല മോനെ, എനിക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ടല്ലോ, അന്നന്ന് ജീവിച്ചു പോകാനുള്ളതൊക്കെ ഇല്ലേ, അത് മതി, പോരാ, എനിക്ക് വേണം. ദുആ ചെയ്യണമെന്ന് നിരന്തരം ഇങ്ങനെ പറഞ്ഞു നടന്നു. ദുആയിരുന്നു, പടച്ചോനെ ഇവന് നീ സമ്പത്ത് കൊടുക്കണേ. സമ്പത്ത് കിട്ടിയപ്പോൾ ആ ഭാഗത്തേക്കില്ല, പള്ളിയിലേക്കില്ല, ഒരു കാര്യത്തിനുമില്ല, എല്ലാത്തിനും പുള്ളിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു പൊങ്ങച്ചം, ഭയങ്കര ഈഗോയിസ്റ്റിക്കായിപ്പോയി. അപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ മൂസാ നബി പറയുമ്പോൾ അവൻ്റെ ഡയലോഗ് എന്താ? ഇത് ഞാനുണ്ടാക്കിയ പൈസ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കണ്ടവന് കൊണ്ടുപോയി കൊടുക്കാനാ? നടക്കൂല. അഹങ്കാരം അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. ഭൂമിയിലേക്ക് അല്ലാഹു ആഴ്ത്തിക്കളഞ്ഞു. അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ സുന്നത്തിനെയാണോ, ഹബീബിൻ്റെ സുന്നത്തിനെയാണോ നിങ്ങൾ മലീമസമാക്കുന്നത്? നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ മേൽക്കൊയ്മയും കാണിക്കാനുള്ള ഇടങ്ങളല്ല ഇത്തരം സ്ഥലങ്ങളെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ആളുകൾ കുറേ പേര് വന്ന് തെറി വിളിക്കുകയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, നിങ്ങൾ തെറി വിളിച്ചത് കൊണ്ട് ഈ ദഅവത്ത് നിർത്താൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ്. മതമേഖലയിൽ ഞാനൊരു മഹലിൻ്റെ ഖത്തീബായും ഒരു കോളേജിലെ ലെക്ചറായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അള്ളാഹുവാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. ഈ പണിയൊക്കെ പോയാലും ഞാൻ ജീവിച്ചു പോകും ഇൻഷാ അല്ലാഹ്, നോ പ്രോബ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വന്നിട്ട് തെറി വിളിക്കുന്നൊരു പരിപാടി, അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തെറി വിളിച്ചാലും ഞാൻ മൈൻഡ്. അതുപോലെ തന്നെ ഉസ്താദ് ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞാൽ ഉസ്താദിനെ പുറത്താക്കും, അതൊന്നും ഒരു വിഷയമായിട്ട് കണക്കാക്കിയിട്ടില്ല. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. എൻ്റെ റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിസാബില്ലാതെ, കണക്കില്ലാതെ കൊടുക്കുന്നല്ലേ അല്ലാഹു റബ്ബുൽ ആലമീൻ തരും. അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഒരാളുടെ വോയിസ് കേട്ടു. ഈ വീഡിയോ പ്രചരിച്ചതോടൊപ്പം, അതായത് ഈ പറയുന്ന ഈ അഴിഞ്ഞാട്ടത്തിൻ്റെ വീഡിയോ പ്രചരിച്ചപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന വോയിസ് ചെയ്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മാപ്പ് പറച്ചിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് കുടുംബങ്ങൾക്കിടയിൽ നടന്നതാണ്, കുടുംബക്കാർക്കിടയിൽ നടന്നതാണ്, ഒരു ഹറാമായ സംഗതിയൊന്നും അവിടെ. അതെന്ത് പിന്നെ ഇത് ഹലാലാണ് കാണിക്കുന്നത്? അത് ഹലാലാണെന്ന് നിങ്ങളോട് ആരാണ് സഹോദര? നിങ്ങളെ ആരെങ്കിലും ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ നിങ്ങൾ ഇസ്ലാമിലെ ഹറാമായ ഒന്നിനെ, ഇസ്ലാമിലെ തെറ്റായ ഒന്നിനെ ഹലാലാക്കാൻ നിങ്ങൾക്ക് ആരാവകാശം തന്നത്? കുടുംബക്കാർക്കിടയിൽ എല്ലാ തെറ്റും ഹലാലായി തീരുമോ? ഒരാൾ കള്ളു കുടിക്കുകയാണ്, അവർ കുടുംബക്കാരുടെ ഇടയിലിരുന്ന് കുടിച്ചതാണ്, റോട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തടയണ്ട. അതെന്ത് കള്ളുകൂടിയാണത്? അങ്ങനെ ഒരു ഇസ്ലാമില്ല. കുടുംബക്കാർക്കിടയിലാണെങ്കിലും നാട്ടുകാർക്കിടയിലാണെങ്കിലും ഹറാം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ബോധം നല്ലതാണ്. പിന്നെ എന്നോട് പറഞ്ഞു കുറേ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, പക്ഷേ അതെ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. എന്താ ഞാൻ മാപ്പ് പറയാണ്? ഞാനിതാ മാപ്പ് പറയണം. എന്തിനാ മാപ്പ് എന്നറിയോ? ഈ വീഡിയോ ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാത്രേ ഞാൻ റിപ്ലൈ ചെയ്തത്. ഞാൻ ആ വിഷയത്തിന് ഞാൻ മാപ്പ് പറയുന്നു. ഞാൻ ആ വീഡിയോ ഇറങ്ങി അന്ന് തന്നെ മറുപടി കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ആ വിഷയത്തിന് ഞാൻ മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇനി മാപ്പ് പറഞ്ഞില്ല എന്നുള്ള സങ്കടാർക്കും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊന്നും വാശിയുടെ വൈരാഗ്യത്തിൻ്റെ അല്ല, അള്ളാൻ്റെ ദീനല്ലേ. ഇത് വെച്ചാണോ കളിക്കണത്? വലിയ സങ്കടമുണ്ട്. നമ്മൾ പറയും, അങ്കടങ്ങളൊക്കെ ഓരോന്ന് പറയും, പക്ഷേ
അള്ളാഹുവിൻ്റെ ദീനാണിത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളുടെ ജീവിതം സമാധാനത്തിലാകണം. പല കുടുംബത്തിലും ഞാൻ കാണുന്നൊരു പ്രശ്നമാണ്, ഒരു സൈക്കോളജിക്കലായ വിഷയങ്ങളിലേക്ക് ഇടപെടുന്നത് കൊണ്ട് തന്നെ പല കുടുംബങ്ങളും ഡിവോഴ്സിൻ്റെ വക്കിലാണ്. ജീവിതം എന്താണെന്നറിയില്ല, കേവലം തുള്ളിച്ചാട്ടവും അഴിഞ്ഞാട്ടവും കഴിഞ്ഞ് കല്യാണത്തിലേക്ക് കടന്നു. കല്യാണത്തിൻ്റെ പേരിൽ നടത്തുന്ന എല്ലാ പേക്കൂത്തുകളും ഉണ്ടാവും. പക്ഷേ ജീവിതം തുടങ്ങിയാൽ അവിടെ അള്ളാഹിൻ്റെ ബറക്കത്ത് വേണ്ടേ? ആ ബറക്കത്ത് കിട്ടാതെ പോയാൽ തീർന്നില്ലേ? ഒരു സഹോദരൻ്റെ FB പോസ്റ്റ് കുറേ നാളുകൾക്ക് മുമ്പ് വായിച്ചൊരു ഓർമ്മയുണ്ട്. അയാൾ ഭാര്യയോടൊപ്പം ഇങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചു, ഇങ്ങനെ കുറേ നേരം കഴിക്കുന്നു, അവരിങ്ങനെ ഒന്നും പറയുന്നില്ല. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. അപ്പോഴാണ് അവിടെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ഭാഗത്ത് വശത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭായി ഇങ്ങനെ പണിയൊക്കെ എടുത്തിട്ട് ക്ഷീണിച്ച് അവിടെ ഇരിപ്പുണ്ട് അത്രയും. അപ്പോഴാണ് ഒരു ടിഫിൻ ബോക്സുമായിട്ട്, ഒരു ക്യാരിയറുമായിട്ട് ആ മനുഷ്യൻ്റെ ഭാര്യ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പെണ്ണ് അവിടെ വരുന്നത്. ഭാര്യയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ആ സ്ത്രീ ഭക്ഷണ പാത്രങ്ങളൊക്കെ തുറന്ന് വെച്ചിട്ട് അതിലൊരു പിടിയെടുത്ത് കറിയൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഭർത്താവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ പറഞ്ഞു അത്രേ, എന്തൊരു സ്നേഹമാണല്ലേ. ഇതാണ് ബറക്കത്ത്. സമ്പത്തിൻ്റെ ആധിക്യമല്ല ബറക്കത്തിന് നിദാനമാകുന്നത്. അതിനകത്ത് സമ്പത്തുള്ളവർക്ക് ബറക്കത്തില്ല എന്നല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ, അള്ളാഹ് തൃപ്തിപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ നമുക്ക് പടച്ച റബ്ബ് തരുന്ന ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. സമ്പത്ത് കുറഞ്ഞവനും അനുഭവിക്കാൻ കഴിയും, സമ്പത്തുള്ളവനും അനുഭവിക്കാൻ കഴിയും. ഇവിടെ സമാധാനത്തിന് കാരണമായി തീരുന്നത് സമ്പത്തല്ല. അന്നത്തേക്കുള്ള വകയെ ഒരുത്തൻ്റെ കയ്യിൽ കിട്ടണുള്ളൂ. അവന് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അവന് ലോകത്തെ ഏറ്റവും വലിയ രാജാവാണ്. അവനാണ് ഏറ്റവും വലിയ ധനികരെന്ന് പറയുന്നത്. അവനാണ്. ഒരാൾ കോടീശ്വരനാണ്, സമാധാനമല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം ടീ എസ്റ്റേറ്റിൻ്റെയൊക്കെ ഒരു മുതലാളിയാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പലപ്പോഴും എന്നോട് പറയും, ഉസ്താദേ ദ്വാരക്കണം, കിടന്നിട്ട് ഉറക്കം വന്നില്ല, സമാധാനമില്ല. ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണർത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഹ്മത്ത്, ബറക്കത്ത്, ഇതൊക്കെ ഈ ഒരു അനുഗ്രഹമൊക്കെ തരണത് അള്ളാഹുവാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തിറക്കി തരണമെങ്കിൽ, സമാധാനം തരണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ പരിഹസിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നാൽ നമുക്കത് ലഭിക്കൂല. ആ ഒരു ബോധ്യം നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹം നടത്തുമ്പോൾ ഉണ്ടാകണം. പിന്നെ നമ്മൾ ആർഭാടത്തിലൊക്കെ ആയി പോകുമ്പോൾ എത്ര മനുഷ്യരുടെ കണ്ണുനീര് വീഴുന്നുണ്ട്. ഒരു കല്യാണത്തിന് വരുമ്പോൾ ഇത്രയും ആർഭാടങ്ങൾ ആവശ്യത്തിന് മതി. ആർഭാടമൊക്കെ കാണുമ്പോൾ ഒരു വാപ്പ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഉമ്മ, പഠിച്ചോൻ എൻ്റെ മോള് ഈ ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളെപ്പോലെ ഒരു 10 കുട്ടികളുടെ കല്യാണം നടത്തായിരുന്നല്ലോ അല്ലാ. എൻ്റെ കുഞ്ഞിനൊരു 10 പവൻ ശരീരത്തിട്ടിട്ട് സ്ത്രീധനായിട്ട് കൊടുക്കാനൊന്നുമല്ല. എൻ്റെ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു 5 പവൻ അവളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, ഒരു മാല, 2 വള കയ്യിലുണ്ടെങ്കിൽ എന്തോ ഒരു കൊതിച്ചിട്ടുണ്ട്. ഇവർ ഈ സ്റ്റേജിന് വേണ്ടി ചിലവഴിച്ചേക്കേണ്ടത് തന്നെ ആ പൈസ കൊണ്ട് തന്നെ 5 കുട്ടികളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്താമല്ലോ റബ്ബേ. അവരൊരു വേദനയാണത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ഒരുപാട് ആളുകൾ സങ്കടമായി പറഞ്ഞ കാര്യം കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹത്തിൽ മാറ്റങ്ങൾ വരട്ടെ. അവിടെ ഇസ്ലാമിൻ്റെ റോള് അത് വളരെ മനോഹരമാണ്. അതിനെ തല്ലിക്കിടത്തിയിട്ട് ആ പ്രകാശത്തേക്ക് എടുത്തു കളഞ്ഞ് അടിച്ചുപൊളി സദസ്സായത് മാറാതിരിക്കട്ടെ. അപ്പോൾ അത് പള്ളി കമ്മിറ്റിക്കാരെന്നല്ല, ഉസ്താദുമാരെന്നല്ല, ആര് തിന്മ ചെയ്യുന്നുണ്ടോ, പരസ്യമായി ആര് തെറ്റ് ചെയ്യുന്നുണ്ടോ അതിനെ എതിർക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിന് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, എനിക്കൊരു കുഴപ്പമില്ല. നമ്മളെയൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.